അത് അവരുടെ ഇടപെടൽ അങ്ങനെ ആയതുകൊണ്ടല്ലേ, അവരങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ, അവരങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ. അതെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകളാണ്. അപ്പോഴും നമ്മൾ പറയും ഇത് വെറും ചിന്തകളല്ല, നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ്. യെസ്, അങ്ങനെയുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു പോസിറ്റീവ് മനോഭാവത്തോടു കൂടി നമ്മളെ നിലനിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. നമുക്ക് വേണ്ടി നമ്മളെ പോസിറ്റീവ് മനോഭാവത്തോടു കൂടി നമ്മൾ നിലനിർത്തണം. ചുറ്റുമുള്ള സാഹചര്യം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാണെങ്കിലും മറ്റുള്ളവരുടെ ഇടപെടലുകൾ നമ്മളെ മോശമായി ബാധിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലെ വെളിച്ചം കെടുത്താതിരിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഒരാൾ നമ്മളെ കളിയാക്കി, അതിനെ നമ്മൾ ബ്യൂട്ടിഫുള്ളായി എടുക്കുന്നു, അതിൽ പോസിറ്റീവ് തിങ്കിങ്ങിൽ വരുന്നതാണ്. പലപ്പോഴും ആൾക്കാർ അതിനെ പോസിറ്റീവ് തിങ്കിങ് ആയിട്ട് കാണാറില്ല. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം സംഭവിച്ചാലും, ആര് നിങ്ങളോട് എങ്ങനെ ഇടപെട്ടാലും, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു കാര്യവും നടന്നില്ലെങ്കിലും, നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ലെങ്കിലും നമ്മളെല്ലാത്തിനെയും എന്തായി ഉൾക്കൊള്ളുന്നു? എല്ലാം നല്ലതിനാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോസിറ്റീവായി നമുക്ക് കാര്യത്തിനെ ഉൾക്കൊള്ളാൻ പറ്റുമ്പോൾ നമുക്കതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സങ്കടം ഉണ്ടാവില്ല, നമ്മൾ സ്റ്റക്കാണെന്ന് തോന്നത്തില്ല, നമുക്കതിനെ പറ്റിയുള്ള കൺഫ്യൂഷനോ ടെൻഷൻസോ ഇനി എന്ത് ചെയ്യും തുടങ്ങിയിട്ടുള്ള ആവലാതികളൊന്നും ഉണ്ടാവില്ല.